തിരുവനന്തപുരം കുഞ്ചിറവിള കുത്തുകല്ലുംമൂട് ഭാഗത്ത് കുടിവെള്ളം മുടങ്ങിയിട്ട് ഒരാഴ്ചയായി ഒട്ടേറെ കുടുംബങ്ങൾ പ്രതിസന്ധിയിൽ കഴിയുകയാണ് ആ മേഖലയിലാകെ. സ്റ്റെഫിൻ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നത്. സ്റ്റെഫിൻ, ഒരാഴ്ചയായി തിരഞ്ഞെടുപ്പ് കാലമാണ്. സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായാൽ വേഗത്തിൽ എല്ലാവരും ഇടപെട്ട് പരിഹരിക്കേണ്ടതാണ്. എന്താണ് ഇത് പരിഹരിക്കാതെ ഒരാഴ്ച ഈ പ്രതിസന്ധി തുടരാനുള്ള കാരണം? രതീഷ്, വലിയ പ്രതിസന്ധിയാണ് കുഞ്ചിറവിളയിലെ ഈ പ്രദേശത്താകമാനം ഉള്ളത്. ഇത് പൈപ്പ് കണക്ഷൻ ഓരോ വീട്ടിലേക്കും വരുന്നുണ്ട്, അതിലൊന്നും പ്രശ്നമില്ല. താഴ്ന്ന പ്രദേശം കൂടിയാണ്. പക്ഷേ ടാപ്പ് തുറന്നാൽ ഇതാണ് അവസ്ഥ. ഒരു തുള്ളി വെള്ളമില്ല, കാറ്റുപോലും ഇല്ല എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. പൈപ്പ് കണക്ഷനൊക്കെ കൃത്യമായി തന്നെ ഓണായി കിടപ്പുണ്ട്, പക്ഷെ വെള്ളമില്ലാത്ത അവസ്ഥയാണ്. കുറച്ച് രാവിലെ ഒരു നൂല് പോലെയൊക്കെ വെള്ളം വന്നിരുന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം ഈ ടാങ്കിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അടിത്തട്ടിൽ കുറച്ച് വെള്ളം മാത്രമുണ്ട്, പക്ഷെ അതൊന്നും പര്യാപ്തമല്ല. ഒരുപാട് പേർ താമസിക്കുന്ന ഇടം കൂടിയാണ്. വെള്ളം എത്താത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഈ പ്രദേശത്താകമാനമുള്ളത്. ഇവിടുത്തെ നാട്ടുകാർ കൂടി ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി? ഇപ്പോൾ എത്ര ദിവസമായി തുടങ്ങി? കഴിഞ്ഞ ഒരു 7 ദിവസമായി ഇവിടെ വെള്ളം കിട്ടാതിരുന്നിട്ട്. ആറ്റുകാൽ ഉത്സവം പ്രമാണിച്ച് ഇങ്ങനെ ഷോർട്ടേജ് വന്ന് അപ്പോൾ ശരിയാക്കി, അപ്പോൾ വെള്ളം കൃത്യമായി കിട്ടിക്കൊണ്ട് ഈ കഴിഞ്ഞ ഒരു 7 ദിവസം കൊണ്ട് ഈ പ്രദേശങ്ങളിൽ വെള്ളമില്ല. ഏകദേശം 700-800 കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. അവരെല്ലാം ഈ ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോകാനുള്ള കുഞ്ഞുങ്ങൾ, പിന്നെ ജോലിക്ക് പോകാനുള്ള, അതായത് തുണി അലക്കണമല്ലോ, കുടിവെള്ളം വേണമല്ലോ, ബാത്റൂമിൽ പോകാൻ വെള്ളം വേണമല്ലോ. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെയും നമുക്ക് പിടിച്ചു നിൽക്കാം. വെള്ളം അത്യാവശ്യമാണ്. ഇതിനുവേണ്ടി ശാശ്വത പരിഹാരം. ഈ തെരഞ്ഞെടുപ്പൊക്കെയാണ്, ഇവിടെ സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ വരുന്നില്ല. അവരുടെ അടുത്തൊക്കെ ഈ കാര്യം പറഞ്ഞിരുന്നു. എന്താണ് ഇതിൻ്റെ ഒരു പ്രതിസന്ധിക്ക് കാരണം? എന്താ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ശിവൻകുട്ടി സാഹിബിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. അദ്ദേഹം വേണ്ടത് ചെയ്തു തരാമെന്നും പറഞ്ഞു. ഇപ്പം അതിൻ്റെ ചെറിയൊരു വർക്ക് അവിടെ നടക്കണുണ്ട്. ചിലപ്പം മിക്കവാറും ശരിയാവുമായിരിക്കും, അത് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ വാട്ടർ അതോറിറ്റിയിലെ മിനിസ്റ്ററെ ഞാൻ വിളിച്ചു. മിനിഞ്ഞാന്ന് രാത്രി 12 മണിക്ക് ഞാൻ വിളിച്ചു. അദ്ദേഹത്തിൻ്റെ വിളിച്ചാൽ പറഞ്ഞു ഉടനെ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിലെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വെള്ളയമ്പലത്ത് ബിന്ദു മാഡത്തിനെ വിളിച്ചപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം 2 പേരെ ഇവിടെ വിട്ടു വന്ന് അവർ വന്ന് നോക്കിയിട്ട് പോയതല്ലാതെ പിന്നെ ഒരു ഇതുമില്ല. അല്ല, ഈ ഒരാഴ്ച വെള്ളമില്ലാതിരിക്കുന്ന അവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ചും വേനലാണ്. നമുക്ക് പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ ആകെ പൊള്ളിപ്പോകുന്ന അവസ്ഥയിലാണ് യഥാർത്ഥത്തിൽ ഈ കാലാവസ്ഥ ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കുടിവെള്ളമില്ലാത്തൊരവസ്ഥ. എന്താണ് വീട്ടിലേക്കൊരു സ്ഥിതി? എന്താ? വീട്ടിൽ ഒരാഴ്ചയായി വെള്ളം വന്നിട്ട് ഒരാഴ്ച ആയി എന്ന് പറഞ്ഞ് മെനയാന്ന് ഇവിടെ മിനിസ്റ്റർ വന്നായിരുന്നു, ശിവൻകുട്ടി സഖാവ് വന്നപ്പോൾ കാര്യം പറഞ്ഞു ഒരാഴ്ചക്കകത്ത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇന്ന് പണി ചെയ്യുന്നുണ്ട്. എന്താ ഈ കാലതാമസം വരുന്നത്? എന്താണ് ഇത്രയും വെച്ചാൽ ഈ ഗവൺമെൻറ് മറ്റേ ഇവരാണല്ലോ, വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാരാണല്ലോ, അവരാണല്ലോ വിഷയം. അവർ വന്ന് ഇവിടെ ടാപ്പ് ഇതാക്കി വയ്ക്കും. രാവിലെ വന്നാണ് ടാപ്പ് ഇതാക്കി വെക്കുന്നത്. അപ്പോഴും വെള്ളം ഇതാവും. പിന്നെ കൗൺസിലറെ വിളിച്ച് പറയുമ്പോൾ വന്ന് അവരെ കഴിവിന് പരമാവധി അവർ ചെയ്യുന്നുണ്ട്. റസിയാബിയാണ് ഇവിടുത്തെ കൗൺസിലർ. പിന്നെ ഏതായാലും അടിയന്തരമായി വാട്ടർ അതോറിറ്റിയുടെ ഒരു ശ്രദ്ധ ഈ മേഖലയിൽ വേണ്ടതാണ്. കാരണം നഗരപ്രദേശമാണ്, ഏറ്റവും നഗരത്തിൻ്റെ മധ്യത്തിലുള്ളൊരു സ്ഥലമാണ് കുഞ്ചിറവിള. അങ്ങനെ ഒരു നഗരമധ്യത്തിലാണ് ഇങ്ങനെ നാട്ടുകാർ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. അടുത്തടുത്ത് വീടുകളാണ്. ഓരോ വീട്ടിലും കുറേ ആളുകളുണ്ട്. മിനിമം ഒരു 2-3 പേരെങ്കിലും ഓരോ വീട്ടിലും വെച്ച് കാണും. അങ്ങനെ ഒരു നഗരമധ്യത്തിലാണ് ഈ വലിയ ദുരിതം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശമാണ്. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഉള്ളതെന്ന് പരിഹരിക്കാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഈ ഒരാഴ്ചയായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. നാട്ടുകാർ അതോടൊപ്പം തന്നെ കുത്തുകല്ലുംമൂട് ഭാഗത്താണ് ഒരാഴ്ചയിലധികമായി ജലമില്ലാത്ത വലിയ പ്രതിസന്ധിയാണ് ആ പ്രദേശത്തെ ആളുകൾ അനുഭവിക്കുന്നത്. സ്റ്റെഫിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ആ പ്രദേശത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.